ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് കാസിൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് എഗ്ഗ് കോഫിയാണ്. ഞെട്ടണ്ട, കോഴിമുട്ട വെച്ച് എങ്ങനെ ചായ ഉണ്ടാക്കാം അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്ന പിക്കിൽ ഇതൊരു പാൽ ചായ ആണെന്ന് എല്ലാവർക്കും തോന്നും. പക്ഷെ ഞാനൊരു തുള്ളി പാൽ പോലും ഇതുണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ കണ്ട പാൽ ചായ എന്ന് തോന്നുമല്ലോ. ഓക്കെ, ഇനി എഗ്ഗ് കോഫി എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ ഈസിയാണ്. ഇത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതുണ്ടാക്കുമ്പോഴും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ മാക്സിമം ഉപയോഗിക്കാൻ നോക്കണം. കാരണം ഞാൻ പറയാറുള്ളത് പോലെ മറ്റേ കോഫി പൗഡേഴ്സിന് തരി കൂടുതലായിരിക്കും, കറക്റ്റായിട്ട് വരില്ല. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ എന്ന് നോക്കൂ. ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി. സോ സെയിം കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് ഞാനിതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആരും പുറത്ത് പോയൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട. എങ്ങനെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. ഞാനിവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുട്ടയുണ്ടല്ലോ, ആ 2 മുട്ടയുടെ മഞ്ഞക്കുരു മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിന് എഗ് യോക്സ് മാത്രം മതി, എഗ് വൈറ്റ്സ് വേണ്ട. ഇതുണ്ടാക്കുമ്പോൾ പരമാവധി വീട്ടിൽ എഗ് ബീറ്റർ ഉള്ളവർ പരമാവധി അത് തന്നെ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ മിക്സിയിലാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ അടുത്ത് ബീറ്റർ ഇല്ല, ബീറ്ററൊക്കെ ഫ്ലഡിൽ പോയി. കാരണം എന്താ പറയുക, കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടണമെങ്കിൽ ബീറ്റർ തന്നെ വേണം, അല്ലെങ്കിൽ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്താലും ഒരു പരിധി വരെ നമുക്ക് ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഞാൻ ആദ്യമേ പറയുകയാണ്, എങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം. അതിൻ്റെ ടേസ്റ്റൊക്കെ സെയിം ആയിരിക്കും, പക്ഷേ കൺസിസ്റ്റൻസി കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ എഗ് കോഫി ഉണ്ടാക്കുമ്പോൾ ഞാൻ പരമാവധി എഗ് ബീറ്റർ തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു എഗ്ഗിൻ്റെ യോക്കും കൂടിയും ചേർക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ എടുക്കുന്ന കാരണം കൊണ്ട് മിക്സിയുടെ ബ്ലേഡ് ഉണ്ടല്ലോ, ആ ബ്ലേഡിൻ്റെ താഴെ ഈ സംഭവം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരില്ല. ആ ബ്ലേഡ് മാത്രം അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, ഈ സംഭവം ബ്ലെൻഡായിട്ട് വരില്ല. അതുകൊണ്ടാണ് ആ മിക്സിയുടെ ബ്ലേഡിലേക്ക് ഇത് വന്നിട്ട് എന്താ പറയുക, കറക്റ്റായിട്ട് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു മുട്ടയുടെ യെല്ലോയും കൂടെ ചേർത്തത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിക്കേണ്ടത്. 3 എഗ് യോക്സ് ഞാൻ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ 3 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സെയിം മെഷർമെൻ്റാണ്, മറക്കണ്ട. 3 എഗ് യോക്സിന് 3 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്. ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇതുണ്ടാക്കി നോക്കിയിട്ട് പിക്കൊക്കെ അയച്ചു തന്നു. ശരിയായി എന്ന് പറഞ്ഞു, നല്ല കമൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനീഷ, പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ആതിര, സ്മിത, പിന്നെ വിഷ്ണു, ഇവർക്കെല്ലാവർക്കും ഞാനൊരു വലിയ താങ്ക്സ് പറയാണ്. അവരൊക്കെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി. ക്യാപ്പുച്ചീനോൻ്റെ പിക്കൊക്കെ എനിക്ക് അനീഷ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനീഷയ്ക്ക് വലിയൊരു താങ്ക്സ്. അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് വേറെ സെപ്പറേറ്റ് എന്താ പറയുക ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനില്ല. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സിയിലെടുത്ത് വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക വേണ്ടത്. കുറച്ച് സമയം പിടിക്കും, എന്നാലും ഒരു ക്രീമി ടെക്സ്ചർ കിട്ടുള്ളൂ. എന്നാലും കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല, അതാണ് ഞാൻ ബീറ്റർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പരമാവധി ബീറ്റർ വെച്ച് ഇത് ബീറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് നല്ല ക്രീമി ആയിട്ട് വരും. പക്ഷെ ഞാനൊരു ഗ്യാരണ്ടി ചെയ്യാം, ഒരിക്കലും ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവില്ല. ചെറിയൊരു ടെക്സ്ചറിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ടേസ്റ്റ് ഒരിക്കലും മാറാൻ പോകുന്നില്ല.
എഗ്ഗ് കോഫീൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ഒരു മുട്ടയുടെ മണമോ അല്ലെങ്കിൽ ഒരു പച്ചച്ചൊവയോ ഒന്നും ഉണ്ടാവുന്ന ആരും പേടിക്കണ്ട, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എനിക്കിപ്പോൾ എക്സാം ഇതുവരെ തീർന്നിട്ടില്ല, എന്നാലും ഞാൻ എൻ്റെ ഇടയ്ക്ക് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് നല്ല വീഡിയോസ് ചെയ്യാം. ഇത് നല്ല ചൂടൻ ബ്രൂ കോഫിയാണ്. നേരത്തെ ഞാൻ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ 1 ടീസ്പൂൺ കോഫി പൗഡറിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസോളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ല കടുപ്പത്തിൽ ഉള്ള ഒരു കോഫി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂടിൽ വേണം അതിരിക്കാനായിട്ട്. ചൂടാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം ഫ്ലോട്ട് ചെയ്ത് കിടക്കില്ല. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നല്ല കടുപ്പത്തിൽ ഉണ്ടാക്കിയ ചൂടൻ കോഫിയാണ്. 1/2 ഗ്ലാസ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതിനകത്തേക്ക് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നമ്മുടെ ഈ മിക്സ് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുകളിൽ അത് ശരിക്കും എന്താ പറയുക, പൊന്തി നല്ല ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഇതിപ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ ഇല്ല എന്നാലും ഒരുവിധം ക്രീമി ആയി കിടക്കും. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലെൻഡർ ഇല്ലാത്തത് കൊണ്ടാണ്. ബീറ്റർ വെച്ച് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇത് നല്ല ക്രീമി ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വരും, പൊന്തി നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പരമാവധി ബീറ്റർ യൂസ് ചെയ്യുക. എന്നാലും ടേസ്റ്റൊന്നും വ്യത്യാസമില്ല കേട്ടോ, അത് ഗ്യാരണ്ടി, ഫുൾ ഗ്യാരണ്ടിയാണ്. ജാതി ടേസ്റ്റാണ് എഗ് കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നാടൻ മുട്ട ചായയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. വെറുതെ പറയുന്നതല്ല, എന്നും സാധാരണ കോഫി കുടിച്ച് നമ്മൾ ബോറടിച്ച് ഉണ്ടാവില്ലേ. ഇത് മേലേക്കോടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റിയൊരു കിടിലൻ സാധനമാണിത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതി ലുക്കും ജാതി ടേസ്റ്റാണ് നമ്മുടെ എഗ് കോഫിക്ക്. ഇത് നമ്മൾ കുടിക്കുമ്പോൾ ഇങ്ങനെ തന്നെ അല്ല കേട്ടോ കുടിക്കുക, മിക്സ് ചെയ്തിട്ടാണ് കുടിക്കുക. പലർക്കും ഡൗട്ട് കാണും. ഇനി ഞാനിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കാണിച്ചു തരാം. സാധാരണ ഒരു സ്പൂൺ എടുത്ത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇത് പാൽ ചായ അല്ലാന്ന് പാര പറയുക, കണ്ട. വേറെ എക്സ്ട്രാ മധുരമൊന്നും ഇതിൽ ചേർക്കണ്ട കേട്ടോ, കാരണം കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മധുരം നമുക്ക് ഓൾറെഡി ഉണ്ടാവും ഇതിൽ. വേറെ എക്സ്ട്രാ ചേർക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് കോഫി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഈസിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, അധികം ടൈമും വേണ്ട. നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് കോഫി ഉണ്ടാക്കിയെടുക്കാം. ഇടയ്ക്കൊക്കെ വീട്ടിലൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഇതുപോലെയുള്ള കോഫീസൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. പിന്നെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കണും കാണാം. ആ ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇടുന്ന സിമ്പിൾ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ.